പിന്നെ നിനക്ക് കല്യാണം കഴിച്ചാൽ ക്വാർട്ടേഴ്സ് കിട്ടുമല്ലോ, അതുകൊണ്ട് നീ കല്യാണം കഴിക്കും. അപ്പോഴേക്ക് ജ്യേഷ്ഠൻ പോലീസ് കയറിക്ക്. അപ്പോൾ ജോലിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ശരി കല്യാണം ഞാൻ നോക്കാം. അങ്ങനെ ഞാൻ ആകെ ഒരു പെൺകുട്ടീനെയാണ് കാണാൻ പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അവരോട് കാര്യവും പറഞ്ഞു. പിന്നെ അത് കുറച്ചൊന്ന് അവരെ വീട്ടുകാർ കുറച്ച് പേര് പറയും കഴിക്കണ്ട, കാലില്ലാത്ത അതാണ്. പക്ഷെ ഇവള് പറഞ്ഞ് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ അവളെ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പോൾ 2 മക്കളുണ്ട്. ഒരു പെണ്ണ് കാണാൻ പോയപ്പോഴേ ഇത് വല്ല ബന്ധുക്കൾ ഒന്നല്ല. അപ്പോ അവരോട് നിങ്ങൾ തുറന്നു പറഞ്ഞു, എന്റെ സൈനിക സേവനത്തിനിടെ എന്റെ 2 കാല് നഷ്ടപ്പെട്ടതാണ്, അപ്പൊ എന്റെ സ്വാധീനക്കുറവ് എന്തെല്ലാം അറിയാലോ, വിവാഹത്തിന് തയ്യാറാണോ എന്നുള്ളതെല്ലാം ഭാര്യയോട് നേരത്തെ ചോദിച്ചോ? അല്ല, നമുക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടാകുമല്ലോ, അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വന്നോട്ടെ എന്ന് പറഞ്ഞു. കുട്ടിയാ പറയുന്നത് വന്നോട്ടെ. അവര് വീട്ടുകാർക്കും വലിയൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടു. ഞാൻ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം നിങ്ങൾ അവരുടെ വീട് കുറച്ചൊരു ജസ്റ്റ് അന്ന് സ്റ്റെപ്പ് കയറി പോണം, ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ വന്നാൽ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇവർ കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിളിച്ചു, പിന്നെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മേനോട് പറഞ്ഞിട്ട് അവിടെ പോയി എൻ്റെ കാല് കഴിച്ച് കാണിച്ചു കൊടുത്തു. അതായത് വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ഈ കുട്ടിയെ വരുത്തി. മിലിറ്ററിക്കാരൻ തന്നെ, അവിടെ വിളിച്ചിട്ട് നാളെ ഭാര്യയാവാൻ പോകുന്ന ആ പെൺകുട്ടിയെ എന്റെ അവസ്ഥ എന്താണെന്ന് കാലെല്ലാം അഴിച്ച് കാണിച്ചു കൊടുത്തു. ഇതുവരെ കാലുള്ളത് എവിടെ നിന്ന് എങ്ങോട്ട് ഡെമ്മിയാണ് എന്നുള്ളതെല്ലാം കാണിച്ചു കൊടുത്തു. പിന്നീട് പ്രശ്നം വരാൻ പാടില്ല, കുടുംബജീവിതമല്ലേ. അതിന് ശേഷം അവർ ഒരു പ്രശ്നമില്ല എന്നാണ്. നേരെ ഞങ്ങൾ അവിടുന്ന് അവരമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭാര്യന്റെ പേര് സജിത എന്ന ആ കുട്ടി ഇദ്ദേഹത്തിന്റെ 2 കാലുകളും സിയാച്ചിനിലെ സൈനിക ജോലിക്കിടെ 2 കാലുകളും സ്നോ എഫക്റ്റ് പറ്റി 2 കാലും മുറിച്ച ശേഷവും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പത്നിയാകാൻ വേണ്ടി അവർ ഒരു കടുത്ത തീരുമാനം എടുത്തു. അവർക്ക് മീഡിയന്റെ വക ഒരു സല്യൂട്ട്.